ജഗദീശ്വരാ സർവശക്തിയാം ജഗദീശ്വരാ അവിടുത്തെ തിരുമുൻപിൽ ആഗതികളാ മക്കൾ കൈകൂപ്പി നിൽക്കുന്നു പുണ്യത്തിനായി ഈശ്വരാ ജഗദീശ്വരാ. എൻ്റെ മുഖം ആദ്യമായിട്ട് കാണുമായിരിക്കും, കാരണം സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഞാൻ സിനിമ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ അവസരം കിട്ടി. അങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന നമ്മുടെ ജയചന്ദ്രൻ നാപ്പോളി, അതുപോലെ എൻ്റെ ഫ്രണ്ട് സിജോ ജോസഫ്, അതുപോലെ നമ്മുടെ ഡയറക്ടർ ഷാർവി സാർ, ഇവർക്കെല്ലാം ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. ഹൈബീഡൻ MLA സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ബീൻ എന്ന ടൈറ്റിൽ അതൊരു വേൾഡ് ക്ലാസ് ഷോയിൻ്റെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു വേൾഡ് ക്ലാസ് TV ഷോയുടെ ടൈറ്റിലാണ് മിസ്റ്റർ ബീൻ. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ബീനെ കുറിച്ച് ഏറെ പ്രതീക്ഷകളായിരിക്കും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത്. ഇന്ന് മലയാളം സിനിമയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല മലയാള സിനിമകൾ നൽകുന്നത് പുതുമുഖങ്ങളും പുതിയ ഡയറക്ടർമാരും പുതിയ പ്രൊഡ്യൂസർമാരും എല്ലാം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന പ്രതിസന്ധി മലയാള സിനിമയിലുണ്ടെന്ന്. കാരണം നല്ല സിനിമകളെ അംഗീകരിക്കാനുള്ള മനസ്സ് മലയാളികൾക്കുണ്ട്. പ്രത്യേകിച്ച് പുതിയ സംരംഭങ്ങൾ, പുതിയ ടീമിനെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കഴിഞ്ഞ അടുത്ത വർഷങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടീമിന്, ഈ പേരിന് ഒത്തുള്ള സ്റ്റാൻഡേർഡ്സിലുള്ള നല്ല ഒരു കൂട്ടായ്മയ്ക്ക് ഈ ചിത്രത്തിൽ നല്ല രീതിയിൽ അത് അവതരിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരുപാട് അഭിവാദ്യങ്ങളും ആശംസകളും ഈ അവസരത്തിൽ നേർന്നു. എല്ലാ വിജയവും നേരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
എന്നും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന സിനിമ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന രാജാ പാർട്ട് പടങ്ങളിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ടാണ് ആദ്യമായിട്ട് കുർഷിയേട്ടനൊക്കെ അഭിനയിച്ച പടങ്ങൾ വന്ന ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടാക്കി സത്യൻ മാസ്റ്ററുടെ പടങ്ങൾ. അതിനുശേഷം പിന്നെ കുറെ പടങ്ങൾ അങ്ങനെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പോകുന്നു. പ്രേമസിനും സത്യനും സുകുമാരനും സോമനും ഇങ്ങനെ ഒരുപാട് കലാകാരന്മാർ വരുമ്പോൾ 82 വീണ്ടും മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നൊരു ചിത്രത്തിലൂടെ മറ്റൊരു ഗോളിലൊക്കെ സൃഷ്ടിച്ച് വീണ്ടും പുതിയ പുതിയ താരങ്ങളുടെ ഉദയം കയറി വരികയാണ്. 82 വന്ന മാറ്റം പിന്നീട് വന്നത് ഈ 2010 ശേഷമാണ്. വീണ്ടും ഒരു വലിയൊരു ഇളക്കവും മാറ്റവും വ്യത്യാസങ്ങളെല്ലാം വരുന്നത്. കാരണം 82 ശേഷം മമ്മൂട്ടിയും മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും അങ്ങനെ ഒരുപാട് പേരെ സ്വീകരിച്ച് വന്ന് അതിന്നും ഒരു ചേഞ്ച് വരികയാണ്. മാറ്റങ്ങൾ എന്നും സംഭവിച്ചുകൊണ്ടിരിക്കും. പണ്ടൊക്കെ ഒരു പുതിയ ആളുകളെ വെച്ച് പടമെടുക്കുമ്പോൾ പുതിയ നിർമ്മാതാക്കൾ, പുതിയ സംവിധായകർ, പുതിയ പുതുമുഖങ്ങളെല്ലാം വരുമ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. കാരണം താരങ്ങളുടെ കുത്തകയായിരുന്നു ആ കാലഘട്ടം മുഴുവൻ. അവരില്ലാത്ത പടങ്ങളിൽ തിയേറ്ററിൽ ആൾ വരില്ല, അങ്ങനെ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമുണ്ടായി. ഇന്ന് ഏത് പുതുമുഖ സംവിധായകർ വന്നാലും, പുതുമുഖ നടന്മാർ വന്നാലും, പുതുമുഖ നടിമാർ വന്നാലും, പുതുമുഖ തിരക്കഥാകൃത്തുക്കൾ വന്നാലും ആളുകൾ എല്ലാവരും പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ രക്ഷപ്പെടും, ഇത് ഒരുപക്ഷെ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രതീക്ഷയുടെ ഒരു പുതുതലമുറ നമ്മുടെ ശരിക്കും MG രാധാകൃഷ്ണൻ ചേട്ടനെയൊക്കെ മലയാള സിനിമയ്ക്ക് ഒരിക്കലും സിനിമാ ലോകം ഉള്ളിടത്തോളം കാലം എന്നും ഓർമ്മിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നൊരു സംഗീത സംവിധായകൻ, അദ്ദേഹത്തിന്റെ മകൻ O മാധവൻ ചേട്ടനെ പോലുള്ള പ്രഗത്ഭ കലാകാരൻ, കേരളം ആദരിക്കുന്ന ആ കലാകാരന്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഇപ്പൊ ഷാർവിനൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതും ഒരുപാട് പുതുമുഖ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. അദ്ദേഹം തമിഴ് പടമൊക്കെ ചെയ്തിട്ടുണ്ട്, ചെറിയ പടമാണെങ്കിലും ചെറിയ ഈ നോവൽ ഐഡിയകളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ജയചന്ദ്രൻ, അദ്ദേഹം ഇപ്പോൾ ഇറ്റലിയിൽ പോകുന്നത് വരെ എന്റെ ആദ്യം അദ്ദേഹത്തെ സിനിമാ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ ഈ 82 കാലഘട്ടത്തിൽ ഞാനാണ്. അദ്ദേഹം പോകുന്നത് വരെ, വിദേശത്തേക്ക് പോകുന്നത് വരെ എന്റെ പടങ്ങളെല്ലാം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ജയചന്ദ്രൻ. അപ്പൊ അവരെല്ലാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ, പുതുമുഖ ഒരു സംരംഭവും ചേർന്ന് തുടങ്ങുന്ന ഇത് തീർച്ചയായിട്ടും ഒരു വിജയമായിരിക്കും. ഇത് വിജയമാവട്ടെ എന്ന് സർവേഷനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു വലിയ മാറ്റത്തിന്റെ കാലഘട്ടമാണ് സിനിമാ മേഖലയിൽ. ഒരുപാട് പുതിയ അവസരങ്ങൾ, പുതിയ ആൾക്കാർക്ക് നൽകുന്ന വലിയ മാറ്റത്തിന്റെ കാലഘട്ടത്തിൽ ഒരു സിനിമ നിർമ്മിക്കുവാൻ അവസരം ലഭിച്ചു എന്നുള്ളത് അഭിലാഷനും സിജോയ്ക്കുമായി വളരെ പ്രയോജനകരമായിരിക്കും. അത് കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പ്രിയപ്പെട്ട ആലപ്പിയ ഷംഷേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പുതിയ യുവനിരയെ ഞാനടക്കമുള്ള ആൾക്കാർ കാണുന്നത്. നിങ്ങളുടെ പുതിയ സംരംഭം അത് ഈ സമൂഹത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുവാൻ കഴിയട്ടെ. നിങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് അഭിലാഷ് വളരെ കഠിന അധ്വാനിയാണ്. ഞങ്ങളുടെയൊക്കെ ഇടയിൽ വളരെയേറെ കഠിന അധ്വാനത്തിലൂടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുവാൻ അവസരം ലഭിച്ച ഒരു വലിയ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അഭിലാഷ്. അപ്പൊ അവരുടെ കഠിന പ്രയത്നം, ഉറച്ച തീരുമാനങ്ങൾ, അതൊക്കെ ഈ പുതിയ സംരംഭത്തിന് ഒരുപാട് തുണയായിരിക്കും. ഇനിയുള്ള ഇവരുടെ സംരംഭങ്ങൾ സമൂഹത്തിന്, പുതിയ തലമുറയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ അവർക്ക് അവസരം ലഭിക്കട്ടെ. നമ്മളെല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് മിസ്റ്റർ ബീൻ. അതെല്ലാം എത്ര തലമുറ കഴിഞ്ഞാലും ആ ഒരു പേര് ആരുടെ മനസ്സിൽ, ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞ പേര് പോലെ ആരുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും. അപ്പൊ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന പോലെ ഒരു സിനിമ എടുക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ വളരെയധികം നമുക്കൊക്കെ പ്രതീക്ഷയുണ്ട്. ഇതിന്റെ പ്രൊഡ്യൂസറായ ജയചന്ദ്രൻ നാപ്പോളി, പിന്നെ സിജു ജോസഫ്, അഭിലാഷ് വിജയകുമാർ, പിന്നെ ഡയറക്ഷൻ റെജി പോളാണ്. അപ്പൊ ഒരു കൂട്ടം ചെറുപ്പക്കാര് എല്ലാവരും കൂടെ ചേർന്ന് അവരെ നന്നായിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ പറയുന്ന ഒരു 4 ചെറുപ്പക്കാരുടെ കഥയാണിത്. അത് തീർച്ചയായിട്ടും ഒരു വൻ വിജയമാകാൻ വളരെയധികം നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ. എൻ്റെ മകനും കൂടെ അതിനകത്ത് ഉൾപ്പെടുന്ന സംഗീത സംവിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ല സിനിമകളെ സ്നേഹിക്കുന്ന, ഇപ്പൊ ഇവരും കൂടെ പറഞ്ഞ പോലെ സിനിമയ്ക്ക് നല്ലൊരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പക്കാരുടെ കയ്യിലോട്ട് വളരെയധികം ശക്തമായിട്ട് സിനിമ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും
ഇതൊരു വൻ വിജയമാക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, ഞാനും ആശംസിക്കുന്നു. മിസ്റ്റർ റെജി പോൾ, എൻ്റെ ഒരു വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ഒരു വളരെ കുടുംബ സുഹൃത്ത് പോലെയുള്ള ശ്രീ പുഷ്പൻ ഭക്തൻ, ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഈ ചിത്രം ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് എളിയവനായ ഞാൻ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. മിസ്റ്റർ ബീനിനെ കുറിച്ച് പറയുമ്പോൾ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഹാസ്യരസപ്രധാനമുള്ള ഒരു സിനിമയാണ്. മിസ്റ്റർ ബീൻ ഇന്ന് ചാർലി ചാപ്ലിൻ കഴിഞ്ഞ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹാസ്യം എന്ന് പറഞ്ഞാൽ അത്ര സിംബോളിക് ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്, ഒരു പേരാണ് മിസ്റ്റർ ബീൻ. അപ്പൊ ഞങ്ങൾ ഈ സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത് മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന ക്യാരക്ടർ പ്രതിഫലിപ്പിച്ചിട്ടുള്ള ഒത്തിരി സ്വഭാവ സവിശേഷതകളുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരുടെ ഇന്നത്തെ ഒരു രീതിയും സ്വഭാവവും കുറച്ചൊക്കെ അതിനോട് ചേർന്ന് പോകുന്നതാണ് ചിലർക്കെങ്കിലും. എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ വളരെ സ്ട്രെയിറ്റ് അവേ ചിന്തിക്കുകയും അതിന്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് ചിന്തിക്കാതെ ആ ഗോളിലേക്കുള്ള ഒരു യാത്രയിൽ നമുക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളും നേരിടാറുണ്ട്. അപ്പോ എന്ത് കാര്യത്തെ സമീപിക്കുമ്പോഴും നമ്മൾ അതിന്റെ വരും വരായികൾ ചിന്തിക്കണം എന്ന് ഒരു മെസ്സേജ് നൽകുന്ന ഒരു ചിത്രമാണ് മിസ്റ്റർ ബീൻ. ഞങ്ങൾ ഈ പ്രമേയം അവതരിപ്പിക്കുന്നത് ഒരു ഹാസ്യത്തിന്റെ മേമ്പോടോട് കൂടിയാണ്. അതില് പ്രധാന താരമായിട്ട് അഭിനയിക്കുന്നത് ദിവ്യദർശനാണ്, പിന്നെ നിയാസിക്കയുണ്ട്, പിന്നെ ബാക്കിയുള്ള ഒരു പിടി നല്ല താരങ്ങളുണ്ട്. വളരെ കുറച്ച് ദിവസത്തെ പരിചയമുള്ളൂ എനിക്ക് മിസ്റ്റർ സിജോയും അഭിലാഷുമായിട്ട്. പക്ഷെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ വളരെയധികം അടുത്തു. എപ്പോൾ ഫോൺ ചെയ്താലും അവർ ഈ സിനിമയുടെ പുറകിലാണ്. അത് തന്നെ അവരെത്രത്തോളം ഈ സിനിമയെ സ്നേഹിക്കുന്നു, സിനിമ വിജയിപ്പിക്കുവാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും പണ്ടൊക്കെ ഒരു പ്രശ്നം പറഞ്ഞ പോലെ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ എടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രൊഡ്യൂസറെ കാണുമ്പോൾ തന്നെ നമ്മൾ കുരിശ് വരക്കും, എൻ്റെ കാര്യം കഷ്ടമാണെന്ന് ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ കാലം മാറി. സൂപ്പർ താരങ്ങളെ വെച്ച് 20 കോടി 30 കോടി വെച്ച് ഒരു സിനിമ എടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആ പ്രൊഡ്യൂസറിനെ കാണുമ്പോഴാണ് നമ്മളിപ്പോൾ കുരിശ് വരക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ പുതിയ താരങ്ങളെ വെച്ച് എടുക്കുന്ന പ്രൊഡ്യൂസർമാരെയും അതുപോലെ അങ്ങനെയുള്ള സിനിമകളുടെ പൂജയും അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ വളരെയധികം പ്രതീക്ഷയാണ്. മറ്റത് പലപ്പോഴും 70% പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ഇതിൻ്റെ ഒരു 75% പ്രതീക്ഷയും ഇത്തരം സിനിമകൾക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ മിസ്റ്റർ ബീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു 4 യുവാക്കളുടെ കഥയാണ്. അവർ ചെന്നെത്തുന്ന ഒരു ചാടി വീഴുന്ന ഓരോ പ്രശ്നങ്ങളും എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാതെ അങ്ങനെ അതിലുണ്ടാകുന്ന സിറ്റുവേഷണൽ കോമഡിയെ കൂടുതൽ പ്രാധാന്യം ചെയ്തെടുക്കുന്ന ഒരു ഫിലിമാണിത്. പിന്നെ അതിനകത്ത് തന്നെ ഒരു നല്ലൊരു വളരെ എന്താ പറയുക ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥയും ഉണ്ട്. അത് എല്ലാവരും കണ്ട് ആസ്വദിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു ഫുൾ എൻഡ് കോമഡി ഫിലിം ആയിരിക്കും ഇത്.